ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ദേശീയ പതാക നിർമ്മാണമാണ്. ദേശീയ പതാക നിർമ്മിക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ദേശീയ പതാക നിർമ്മിക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കളർ A4 ഷീറ്റുകളാണ്. ദേശീയ പതാകയുടെ നിറങ്ങളായ കുങ്കുമം, വെള്ള, പച്ച, കൂടാതെ പശ, കത്രിക, പെൻസിൽ, നീല നിറത്തിലുള്ള മാർക്കർ, സ്കെയിൽ എന്നീ സാധനങ്ങളും നമുക്ക് ആവശ്യമാണ്. ഇന്ത്യൻ പതാക നിർമ്മിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്. ഖാദി തുണിയിലായിരിക്കണം നമ്മുടെ പതാക നിർമ്മിക്കാനായിട്ട്. നിർമ്മിക്കുമ്പോൾ 3:2 എന്ന അനുപാതത്തിലായിരിക്കണം നിറങ്ങൾ എടുക്കേണ്ടത്. അതായത് 3 നീളത്തെയും 2 വീതിയെയും സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ ആണ്. നമ്മൾ നിർമ്മിക്കുന്ന പതാകയ്ക്ക് 18 സെന്റിമീറ്റർ നീളവും 12 സെന്റിമീറ്റർ വീതിയുമാണ് എടുക്കുന്നത്. 3ന്റെ ഗുണിതങ്ങൾ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. 18 സെന്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് 12 സെന്റിമീറ്റർ. ഈ 12 സെന്റിമീറ്റർ എടുത്തിരിക്കുന്നതിനെ നമുക്ക് 3ആയിട്ട് അടയാളപ്പെടുത്താം. 4, 8, 12. പതാകയ്ക്ക് സ്റ്റിക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണിത് അടയാളപ്പെടുത്തുന്നത്. ഇനി ഇതൊന്ന് മുറിച്ചെടുക്കാം. നമുക്കിനി കുങ്കുമ നിറം മുറിച്ചെടുക്കാം. ഇതില് 18 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയാണ് വേണ്ടത്. ഇതിൽ നമ്മൾ 8 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതേ അളവിൽ തന്നെയാണ് പച്ചയും മുറിച്ചെടുക്കേണ്ടത്. 3 നിറങ്ങൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് പ്രത്യേകതകളുണ്ട്. മുകളിലത്തെ കുങ്കുമവർണ്ണം സൂചിപ്പിക്കുന്നത് ധീരതയെയും ത്യാഗത്തെയുമാണ്. മധ്യഭാഗത്തുള്ള വെള്ള നിറം സൂചിപ്പിക്കുന്നത് സത്യത്തെയും സമാധാനത്തെയുമാണ്. താഴെയുള്ള പച്ച നിറം സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. ഇതുപോലെ നമ്മൾ ഉള്ളിലേക്ക് നല്ല രീതിയിൽ ചേർത്ത് വെച്ചിട്ട് വേണം പശ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. നമുക്കിനി മറുവശവും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് വെള്ളയുടെ മധ്യത്തിലായി അശോക ചക്രം വെച്ചു കൊടുക്കണം. അശോക ചക്രം വരക്കാനായിട്ട് കോമ്പസും പെൻസിലും ഉപയോഗിച്ച് ചെറിയൊരു വൃത്തം ഇവിടെ വരക്കുന്നുണ്ട്. അശോക ചക്രത്തിന്റെ വീതി 3.5 ആണ് നമ്മൾക്ക് വേണ്ടത്. ഇത് നമ്മൾക്ക് ഇനി ഒന്ന് വെട്ടിയെടുക്കാം. ദേശീയ പതാകയുടെ മധ്യത്തിലായി കാണുന്ന അശോക ചക്രത്തിന്റെ നിറം നാവിക നീലയാണ്.
ഇതിന് 24 ആരക്കാലുകളുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ധർമ്മത്തെയാണ്. ഈ ചെറിയ വൃത്തം ആദ്യം രണ്ടായിട്ടൊന്ന് മടക്കുക, വീണ്ടും രണ്ടായിട്ട് മടക്കുക. ഇനി ഒരു പ്രാവശ്യം കൂടി മടക്കുക. ഇതിന് നടുവിലായിട്ട് കുറെ രേഖകൾ കാണാം. ഇത് നമ്മൾക്ക് നീല മാർക്കർ വെച്ച് വരച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും നടുവിലായിട്ട് 2 രേഖകൾ കൂടി വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഓരോ രേഖകളുടെയും ഉള്ളില് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്താം. ഇനി നമ്മൾക്ക് ഈ അശോക ചക്രം ഇതുപോലെ ഒരു നീല പേപ്പറിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇത് നമ്മൾക്ക് ഇനി വെട്ടിയെടുക്കാം. ഇതിന് ചുറ്റിനും വൃത്തത്തില് വെട്ടിയെടുക്കാം. രണ്ട് ഭാഗത്തും ഒട്ടിക്കാനുള്ള അശോകചക്രം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഇനി ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ 3 വർണ്ണങ്ങളും 4 സെന്റിമീറ്റർ വീതമാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നും 1/2 സെന്റിമീറ്റർ കുറച്ച് 3.5 സെന്റിമീറ്റർ ആണ് അശോകചക്രത്തിന് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനൊരു സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. ഒരു A4 ഷീറ്റ് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. ഇനി ഇത് നമ്മൾക്ക് 2 വശവും കട്ട് ചെയ്തെടുക്കാം. പശ തേച്ച് സ്റ്റിക്ക് പൊട്ടിക്കാം. സ്റ്റിക്ക് കുറച്ച് ഫ്രണ്ടിലേക്ക് കയറ്റി വെക്കണം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതിന്റെ മുകളിൽ ഒരു മുത്ത് വെച്ച് കൊടുക്കാം. നമ്മളുടെ ദേശീയ പതാക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.